വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല ഞാൻ കമന്റ് ഇട്ടീനോ നിങ്ങള് വരില്ല? കമന്റ് ഇട്ടീനോ? എന്ത്? ഞാന് നോമ്പറക്കാൻ വരാന്. നോമ്പറക്കാൻ വേണ്ടി കമന്റ് ഇട്ടീനോ? പിന്നെ ഞാൻ എന്തായാലും വന്നിരിക്കും. ഹലോ ഗൈസ്, ഇന്ന് റമദാൻ 4 നേരിട്ട് കണ്ട് പറഞ്ഞുകൊണ്ട് നോമ്പർപ്പിച്ചലിന് വരൂല വിചാരിച്ചുകൊണ്ട് കമന്റിൽ ആർദ്രവുമായി സ്വാഗതം ചെയ്തു നമ്മൾ. ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ നോമ്പർപ്പിച്ചിനുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ ഉള്ളിൽ നോമ്പായതുകൊണ്ട് തന്നെ പൊരിക്കണ കോയി തിന്ന് വേവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നോക്കി വേവോക്കുണ്ട്. അപ്പോഴാണ് പൊയ്ത്ത് ഭാഗമായ ഫ്രൂട്ട്സുകളൊക്കെ എന്നെ നോക്കി ചിരിക്കണേ. അപ്പോൾ അവിടെ കൂട്ടത്തിൽ തക്കാളി അതും ഫ്രൂട്ട്സ് ആണ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ആലോചന തന്നില്ല. അപ്പോൾ പിന്നെ പൊരിക്കടികളായ പയമ്പൊരിയായി, സമൂസായി, കൊക്കവടായി, ഇമ്മണി 2 വലിയ വത്തക്കയായി, ജലസ്രോതസിന്റെ കലവറായ ഇമ്മണി വലിയ വത്തക്കും തൊക്കിലും താങ്ങി ഞാൻ അങ്ങനെ പുറത്തേക്ക്. എല്ലാ പാചക വിദഗ്ധരായ വിദ്യമാരെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ കട്ടിങ് തുടങ്ങി. അങ്ങനെ കുനുകുനാരിഞ്ഞ വത്തക്കായി, കൈതച്ചക്കായി, മുസമ്പിയായി. അപ്പോഴാണ് മെയിൻ ഷെഫ് സൽമാന്റെ കട്ടിങ്. ജുനുവിന്റെ ബോളിങ്ങും മുത്തുട്ടി അനുവിന്റെ കട്ടിങ്ങോട് കൂടി ഫ്രൂട്ട്സ് റെഡി. ടേബിൾ നിരത്തിലിൽ അഗ്രഗണ്യനായ ജുനുവിന്റെ അഹോരാത്ര കഷ്ടപ്പാട് മൂലം ടേബിളൊക്കെ നിരന്നു. നിരത്തി വെച്ച ടേബിളുമൊക്കെ നിരത്താൻ പോകേണ്ട ഫ്രൂട്ട്സുകളും പൊരിക്കടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൈമാറ്റം ചെയ്ത ഫ്രൂട്ട്സുകൾ ടേബിളിൽ നിരത്തിയപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കൽ തുടങ്ങി. അപ്പൊ പിന്നെ പതിപോലെ പ്ലേറ്റിൽ നിന്ന് ഈത്തപ്പഴം എടുത്തുകൊണ്ട് നമ്മൾ നോമ്പറന്നു. അങ്ങനെ ചുവച്ചു വന്ന വത്തക്കയുടെ വത്തക്ക വള്ളായി, പഴുവഴുത്ത പഴത്തിന്റെ പയമ്പുരിയായി, ഗണിതത്തിന്റെ സ്പന്ദനം അറിയുന്ന ത്രികോണത്തിലുള്ള സമൂസയായി, കൊളത്തി വലിക്കാത്ത കൊക്കോടും കഴിച്ച് അതിന്റെ മേലെ ഒരു ഈത്തപ്പഴം നട്ടു. പിന്നെ അളന്നു മുറിച്ച് പാകപ്പെടുത്തിയെടുത്തുള്ള പൈനാപ്പിളിന്റെ പീസ്, വത്തക്കന്റെ പീസ്, പുളിയില്ലാത്ത മുസമ്പിന്റെ ഒരു പീസും, അതിന്റെ മേലെ പച്ചും ചുവപ്പും നിറത്തിലുള്ള 4 മുന്തിരിങ്ങയും പൊറുക്കിയടി. ഇതൊക്കെ കണ്ടു നിന്ന തണ്ണികളെയും പറഞ്ഞു ചങ്ക് കിട്ടും മനസ്സ് ഒരു മുറുക്ക് വെള്ളം കുടിച്ചോളി പറഞ്ഞ ഒരു വെള്ളം പറഞ്ഞു. പിന്നെ അതും കുടിച്ച് റാഹത്തായി ഞാൻ. അങ്ങനെ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പയമൂറും തരിക്കഞ്ഞിട്ട് സൽമാക്കി വന്നത്. അഗാധമായ വീഡിയോ എടുക്കൽ കാരണം നിങ്ങൾക്ക് മര്യാദക്കൊന്നും തിന്നാൻ പറ്റിയിട്ടില്ലാറുണ്ട് ഒരു പ്ലേറ്റ് പൊരിക്കടി അളിയാക്കി എനിക്ക് കൊടുത്തു നോക്കണം. അങ്ങനെ ഓരോരോ കാരണങ്ങളും പറഞ്ഞ് കുറ്റിയടിച്ച് ഇരിപ്പൊറപ്പിച്ച് ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ നീച്ചേണ്ട കനത്ത മൂന്തയോട് കൂടി മുന്നിലുള്ള പേപ്പറും ചുറ്റിക്കുട്ടി ജുനുവിന്റെ ഒരു പോക്ക്. അങ്ങനെ മരുമസ്കാരത്തിന് ശേഷം ചെമ്പും പൊട്ടിച്ച് ചോറും പാത്രത്തിലാക്കി നേരെ ടേബിൾ മക്ക്. ഒറ്റക്ക് ടേബിൾ മക്ക് പോകാൻ പേടിയുള്ള ബിരിയാണിന്റെ ഉരുളി കമത്തി വിറകടുപ്പിലുണ്ടാക്കിയ വിറകില്ലാത്ത അടുപ്പിലുണ്ടാക്കിയ ചിക്കൻ പൊരി പോലത്തെ പത്തിരിയും പൊറാട്ടൊക്കെ കൂട്ടിപ്പോയി ടേബിൾ മൊത്തം നിറഞ്ഞു. എന്നാ പിന്നെ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ വിചാരിച്ചുകൊണ്ട് ഒരു കോരി ബിരിയാണിയും അയക്ക് ബീഫും അയക്ക് ചിക്കൻ പൊരിച്ചതും കച്ചമറും കൂട്ടി ഒരു ഉരുള വാരി എടുത്ത് കവിളങ്ങ് നിറച്ചു. ഒതന്റിക്കായി ദമ്മിട്ടുണ്ടാക്കിയ ബിരിയാണിയിലോ ബിരിയാണി പീസും കൂട്ടിക്കാണ്ട് ഒരു റൗണ്ടും കൂടി മിന്നിച്ചു. സിനിമാ ഷൂട്ടിനെ വെല്ലണ എന്റെ ഷൂട്ടും കണ്ട് കണ്ണിമ വെട്ടാതെ എന്നെ മാത്രം നോക്കി നിൽക്കുന്ന എന്റെ മുന്നിൽ എന്റെ പ്രേക്ഷകർ. അവസാനം സിബിലിക്കാക്ക തന്ന സലാഡോട് കൂടി ഒരു റൗണ്ട് മുഴുവനായി. 2ാം റൗണ്ടിലെ ബോളിംഗ് ആയ പൂ പോലത്തെ പത്തിരി, ബീഫ്, പൊരിച്ച ചിക്കന്, വറുത്തരച്ച ചിക്കൻ, ഇത് 3ഉം കൂടി ചേർന്ന് പഴമയുടെ രുചി ഉണർത്തുന്ന ഒരു ഉരുളം കൂടി. അങ്ങനെ സൂചിയും ഫുൾ ടാങ്ക് ആക്കി കജ്ജും മോറും കേക്കി ഞാൻ അവിടെ നീച്ചു. ഇനി അടുത്തൊരു നോമ്പർപ്പിച്ചലിന് കാണാം. ഓക്കെ, ബൈ ബൈ.